അടുത്ത ഒരു വെള്ളിയും കൂടി കിട്ടട്ടെ എന്ന ഒരു ശുഭപ്രതീക്ഷയോടെയാണ് സലാം ചൊല്ലിയിട്ട് റമളാനിന് പറഞ്ഞേക്കാത്തത്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. പിന്നെ സലാം ചൊല്ലിയിട്ട് റമളാനിന് പറഞ്ഞേക്കുക എന്നുള്ളത് ഫർളായ കാര്യമൊന്നുമല്ല. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച ഒരു വെള്ളിയാഴ്ച കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ പേരിൽ ആരും ഗുലുമാലാക്കുകയും വേണ്ട. കിട്ടിയാൽ ഒരു ഭാഗ്യം എന്ന് മാത്രം. ഇപ്പം ഖുതുബയിൽ ഉടനീളം നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് സ്വർഗത്തെ പറ്റിയാണ്. റമദാനിലെ അവസാന 10 അള്ളാഹുവിനോട് സ്വർഗം ചോദിച്ചു വാങ്ങാൻ, എപ്പോഴും സ്വർഗം ചോദിച്ചു വാങ്ങണം, പ്രത്യേകിച്ച് റമദാനിലെ അവസാന 10 ദിവസങ്ങൾ സ്വർഗം പ്രത്യേകം അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങേണ്ട 10 ദിവസങ്ങളാണ്. പിന്നെ സ്വർഗത്തെ പറ്റി എത്ര പ്രസംഗിച്ചാലും ഒന്ന് തീരൂല. ഇനി കുറേ പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ട് സ്വർഗത്തെ പറ്റിയുള്ള വർണ്ണനകൾ നിങ്ങൾ മനസ്സിലാക്കി സ്വർഗത്തെ പറ്റിയുള്ളൊരു സങ്കല്പം, ഒരു ഇമേജിനേഷൻ നിങ്ങളെ മനസ്സിൽ വന്നാലും നിങ്ങൾക്ക് സ്വർഗത്ത് പോയി നോക്കുമ്പോൾ ഈ പ്രസംഗിച്ചതൊന്നും അവിടെ കാണൂല. സ്വർഗത്തിൽ പഴങ്ങളുണ്ട്, സ്വർഗത്തിൽ മരങ്ങളുണ്ട്, സ്വർഗത്തിൽ കൊട്ടാരങ്ങളുണ്ട്, അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ നമ്മൾ പറയും. ഇതെല്ലാം തന്നെയാണ്. പക്ഷേ എത്ര കണ്ട് നമ്മൾ സ്വർഗത്തെപ്പറ്റി പറഞ്ഞ് കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും സ്വർഗത്തിലേക്ക് എത്തിയാൽ കാണുന്നത് വേറെ തന്നെയായിരിക്കും. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഫത്ഹുൽ ബാരിയിൽ ഉദ്ധരിക്കുന്നുണ്ട്, ലൈസ ഫി ദുനിയാ മിമ്മാ ഫിൽ ജന്നതി ഇല്ലൽ അസ്മാ. സ്വർഗത്തിലുള്ള പലതും ദുനിയാവിലുണ്ട് എന്ന് നമ്മളിങ്ങനെ പറയും. അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും. തയ ഉസ്താദിന്റെ വർണ്ണനകളാണ്. അവിടെ മുന്തിരിത്തോട്ടുണ്ട്, കദളിപ്പഴമുണ്ട്, കളക്കേണ്ട പൂട്ടേണ്ട, വെയിൽ കൊള്ളേണ്ട, നിനക്കുള്ളതൊന്നും നീ അതിലറിയേണ്ട. ഇവിടെ ഒരു പഴം തിന്നണമെങ്കിൽ നമ്മൾ തന്നെ കഷ്ടപ്പെട്ട് നട്ടുപിടിപ്പിച്ചിട്ട് ഉണ്ടാക്കണ്ടേ, വെയിൽ കൊള്ളണ്ടേ? അതിൻ്റെ ഒന്നും ആവശ്യം സ്വർഗത്തിലില്ല. അപ്പം എല്ലാം ദുനിയാവിലുള്ളത് സ്വർഗത്തിലുണ്ടാവും, പക്ഷേ അത് പേരിന് മാത്രം. ദുനിയാവിലെ പഴങ്ങളും ദുനിയാവിലെ മരങ്ങളും സ്വർഗത്തിലെ പഴങ്ങളും സ്വർഗത്തിലെ മരങ്ങളും തമ്മിൽ ബൗനും ബഈദ്, വലിയ വ്യത്യാസം ഉണ്ടാവും. പേരിന് മാത്രം ആപ്പിളായിരിക്കും, പഴങ്ങളായിരിക്കും, മുന്തിരിയായിരിക്കും, കൊട്ടാരങ്ങളായിരിക്കും. പക്ഷേ സ്വർഗത്തിലേത് നമുക്കൊന്നും സങ്കല്പിക്കാൻ വരെ പറ്റാത്തതാണ്. ഫലാ തഅലമു നഫ്സുൻ മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയുൻ. സ്വർഗത്തിലേക്ക് എത്തിയാൽ കണ്ണിന് കുളിർമയേകുന്ന, സന്തോഷം നൽകുന്ന കാഴ്ചകൾ മാത്രമായിരിക്കും. പക്ഷേ ആ സുന്ദരമായ കാഴ്ചകളൊന്നും ഒരു മനുഷ്യനിക്കും ഈ ദുനിയാവിൽ സങ്കല്പിക്കാൻ പോലും പറ്റാത്തതാണ്. അഅദത്തു ലിഇബാദി മാ ലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമീഅത് വലാ ഖതറ അലാ ഖൽബി ബശർ. നിങ്ങളുടെ കണ്ണിതുവരെ കാണാത്ത, നിങ്ങളുടെ ചെവി ഇതുവരെ കേൾക്കാത്ത, നിങ്ങളുടെ ഹൃദയങ്ങളുടെ അടിത്തട്ടിൽ ചിന്തക്ക് വരെ കടന്നു വരാത്ത ആസ്വാദനങ്ങളും ആനന്ദങ്ങളുമായിരിക്കും ഞാൻ സ്വർഗത്തിൽ നിങ്ങൾക്ക് വേണ്ടി തയ്യാർ ചെയ്തു വെച്ചിട്ടുള്ളത്. അതാണ് സ്വർഗം. പിന്നെ ദുനിയാവിൻ്റെയും സ്വർഗത്തിൻ്റെയും വലിയൊരു പ്രത്യേകത എന്താ? ദുനിയാവിൽ നമുക്ക് എത്രയും സ്ഥലം വേണമല്ലോ, എത്രയും സമ്പാദ്യം വേണം, എന്നിട്ട് നമുക്ക് റാഹത്തുണ്ടാ, തൃപ്തി ഉണ്ടാ? ഇല്ല. പിന്നെയും പിന്നെയും ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുക. അതേസമയം സ്വർഗത്തിലേക്ക് നിങ്ങൾ എത്തിയാൽ സ്വർഗം മുഴുവനും നിങ്ങൾക്ക് കിട്ടണ്ട. സ്വർഗത്തിൽ നിന്ന് ചെറിയ ഒരു സ്ഥലം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഈ ദുനിയാവും അതിലുള്ള മുഴുവനും കിട്ടുന്നതിനേക്കാളും ഖൈറാ. സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൗദിഉ സൗത്തിൻ ഫിൽ ജന്ന ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹാ. നിങ്ങൾക്ക് സ്വർഗത്തിൽ ഒരു സെന്റ് സ്ഥലം വേണ്ട, ഒരു സ്ക്വയർ ഫീറ്റ് വേണ്ട. സ്വർഗത്തിൽ കേവലം ഒരു വടി വെക്കാനുള്ള സ്ഥലം, ഒരു ചാട്ടവാറ് വെക്കാനുള്ള അത്ര സ്ഥലം നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് കിട്ടിയാൽ അത് ഈ ദുനിയാവും അതിലുള്ള മുഴുവനും കിട്ടുന്നതിനേക്കാളും മികച്ചതായിരിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. എന്തുകൊണ്ട്? കാരണം ദുനിയാവിൽ നിങ്ങൾക്ക് എത്ര സ്ഥലം കിട്ടിയിട്ടുണ്ടെങ്കിലും അത് ഫാനിയത്താണ്, അത് നശിച്ചു പോകാനുള്ളതാണ്. നമ്മളെ കയ്യിൽ ഏക്കറ കണക്കിന് സ്ഥലമുണ്ട്,
നമുക്ക് മുമ്പേ അത് വേറെ ഒരു നമ്മളെ ഉപ്പാൻ്റെയോ ഉപ്പാപ്പാൻ്റെയോ പേരിലായിരുന്നു. കുറച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ പേരക്കുട്ടികളുടെയും നമ്മുടെ മക്കളുടെയൊക്കെ കയ്യിലേക്ക് നീങ്ങാനുള്ളതാണ്. കാരണം നമുക്കിവിടെ നിലനിൽപ്പില്ലല്ലോ, പിന്നെ നമുക്ക് ആസ്തി ഉണ്ടായിട്ട് എന്താ കാര്യം? അതേസമയം സ്വർഗത്തിൽ ചെറിയ ഒരു സ്ഥലം നിനക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും അത് ബാക്കിയത്താണ്, ഒരു കാലത്തും നശിച്ചു പോകില്ല, അത് നിത്യമാണ്, ദായിമാണ്, എന്നെന്നും നിലനിൽക്കുന്നതാണ്. അപ്പൊ എന്നെന്നും നിലനിൽക്കുന്ന സ്വർഗത്തിലെ ഒരു ചെറിയ സ്ഥലം പോലെ നശിച്ചു പോകുന്ന ഏക്കറക്കണക്കിന് സ്ഥലത്തെക്കാൾ. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനിക്ക് സ്വർഗത്തിൽ ഒരു ചെറിയ സ്ഥലമൊന്നും അല്ലട്ട കിട്ടുന്നത്. സ്വർഗത്തിൽ ഓരോരുത്തർക്കും എത്രയാ സ്ഥലം കിട്ടുന്നറിയോ? പരിശുദ്ധ ഖുർആൻ ഇടക്കിടക്ക് പറയുന്നതാണ്, അർളുഹാ കഅർളി സമാഇ വൽ അർള്. ആകാശ ഭൂമികൾ മുഴുവനും ചേർത്ത് 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 വെച്ചാൽ എത്ര വിശാലത ഉണ്ടാവോ, എത്ര വിസ്തീർണം ഉണ്ടാവോ, അതാണ് സ്വർഗത്തിന്റെ വീതി, അതാണ് സ്വർഗത്തിന്റെ വലിപ്പം എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്ത്? സ്വർഗം എല്ലാം കൂടി അത്ര വലിപ്പമേ ഉള്ളൂ എന്നാ. ഒരാകാശവും ഭൂമിയും ചേർത്ത് വെച്ചാൽ എത്ര വലിപ്പം ഉണ്ടാവോ അത്രേ ഉള്ളൂ സ്വർഗത്തിന്റെ വലിപ്പം എന്നാ നിങ്ങൾ മനസ്സിലാക്കിയത്? എന്നാ അങ്ങനെയല്ല. ഇമാം റാസി റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസ് തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, സ്വർഗത്തിൽ ഒരാൾക്ക് ആകാശ ഭൂമികളുടെ വലിപ്പത്തിനനുസരിച്ച് സ്ഥലമുണ്ട് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അന്ന ലികുല്ലി വാഹിദിൻ മിനൽ മുതീഈന ജന്നതൻ ബിഹാദിഹി സ്വിഫ. സ്വർഗത്തിൽ ചെല്ലുന്ന ഒരു വിശ്വാസിക്ക്, ഒരു മുഅ്മിനിക്ക് ഇത്രയും വിശാലമായ സ്ഥലം അല്ലാഹു കൊടുക്കുന്നതാണ്. അതായത് ആകാശ ഭൂമികൾ മുഴുവനും അടുപ്പിച്ചടുപ്പിച്ച് വെച്ചാൽ എത്ര വിസ്തീർണം, എത്ര വീതി ഉണ്ടാവോ ആ വീതിയുള്ള ഓരോ സ്വർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ വിശ്വാസിക്ക് കൊടുക്കുന്നുണ്ട് എന്നാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, സ്വർഗത്തിലേക്ക് എത്തിയ മനുഷ്യന്മാർക്ക് എത്രയായിരിക്കും സ്ഥലം? ഇനി സ്വർഗത്തിന്റെ വേറൊരു പ്രത്യേകത എന്താ? ദുനിയാവിൽ നമുക്ക് ടെൻഷനാണ് എപ്പോഴും. സ്വർഗത്തിലേക്ക് എത്തിയാൽ ടെൻഷൻ ഇല്ലാത്തൊരു ജീവിതമാണല്ലോ ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്നത്. ഗൾഫിൽ പോയിട്ട് കഷ്ടപ്പെടുന്നു, എന്തിനാ കഷ്ടപ്പെടുന്നത്? നാട്ടിൽ വന്നിട്ട് സന്തോഷത്തിൽ സുഖത്തിൽ ഒരു ടെൻഷനും ഇല്ലാതെ ദാരിദ്ര്യമില്ലാതെ ജീവിക്കണം. അതിനു വേണ്ടി മക്കളുണ്ടാക്കുന്നു. എന്തിനാ മക്കളുണ്ടാക്കുന്നത്? വയസ്സാം കാലത്ത് ഞാൻ കിടപ്പിലായാൽ എന്നെ നോക്കാൻ ആരും ഇല്ലാതെ ഞാൻ കഷ്ടപ്പെട്ടു പോരുത്, മക്കൾ എന്നെ നോക്കണം. ഇങ്ങനെ നമ്മുടെ ഭാവിയിൽ നമ്മൾ സുഖമായിട്ട് ടെൻഷൻ ഇല്ലാതെ ജീവിക്കലാണ് നമ്മുടെ എല്ലാ അധ്വാനത്തിൻ്റെയും പിന്നിലുള്ള പരമമായ രഹസ്യം. എന്നാൽ സ്വർഗത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താ? സ്വർഗത്തിൽ ടെൻഷൻ എന്ന് പറയുന്നൊരു സംഗതിയേ ഇല്ല. സ്വർഗത്തിലേക്ക് കടന്ന ഉടനെ മുഅ്മിനീങ്ങൾ പറയുന്നൊരു വാക്കുണ്ട്, അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നൽ ഹസൻ. പടച്ചോനെ, സ്വർഗത്തിലേക്ക് എത്തിയപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു സന്തോഷം ഹസൻ, ടെൻഷൻ ഇല്ല, ദുഃഖമല്ല, വിഷമല്ല, എല്ലാ സങ്കടങ്ങളും നീക്കം ചെയ്ത് സന്തോഷം മാത്രം നിറഞ്ഞ സ്വർഗത്തിലേക്ക് ഞങ്ങളെ എത്തിച്ചല്ലോ പടച്ചോനെ, നിനക്കാണ് സർവസ്തുതിയും. ദുനിയാവിൽ എങ്ങനെയാണ് നമുക്ക് ടെൻഷൻ ഉണ്ടാവുന്നത്? ചില കാഴ്ചകൾ തന്നെ നമ്മളാകെ ടെൻഷനിലാക്കും, അല്ലേ? അസുഖങ്ങൾ നമ്മളെ ടെൻഷനിലാക്കും. മരിച്ചു പോകും എന്നത് നമുക്ക് വലിയ ടെൻഷനാണ്. ഇങ്ങനെയുള്ള ഒരു ടെൻഷനും സ്വർഗത്തിലില്ല. നാളെ ആഖിറത്തിലെത്തുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മരണത്തെ ഒരു കൂറ്റനാടിന്റെ കോലത്തിൽ കൊണ്ടുവന്നിട്ട് നരകക്കാരും സ്വർഗക്കാരും കാണും വിധത്തിൽ പബ്ലിക്കായിട്ട് അല്ലാഹു തആല ആ മരണമാകുന്ന കൂറ്റനാടിനെ അറുക്കുമ്പോൾ നരകക്കാർക്ക് ടെൻഷൻ കൂടും. കാരണം ഇനി മരണമില്ലല്ലോ. സ്വർഗക്കാർക്ക് സന്തോഷം കൂടും, ഇനി മരിക്കാതെ ഈ സ്വർഗത്തിൽ നമുക്ക് ആസ്വദിക്കാമല്ലോ. അപ്പൊ മരണമില്ലാത്ത ലോകമാണ് സ്വർഗം. അതേപോലെ തന്നെ സഖം, രോഗം എന്ന് പറയുന്ന പരിപാടിയില്ല സ്വർഗത്തിൽ. ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമില്ല, തലവേദന ഇല്ല, നെഞ്ഞുവേദന ഇല്ല, ഹാർട്ട് ബ്ലോക്ക് ഇല്ല, ഡയാലിസിസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ രോഗം എന്ന് പറയുന്ന ഒരു സംഗതിയും സ്വർഗത്തിലില്ല. വേണ്ട, മനുഷ്യന് അറപ്പുണ്ടാക്കുന്ന, വെറുപ്പുണ്ടാക്കുന്ന ഒന്നും നിങ്ങൾക്ക് സ്വർഗത്തിൽ കാണാൻ കഴിയൂല. മൂക്ക് ചീന്തണ്ട ഇടക്കിടക്ക് ജലദോഷായാല്. വലാ യംതഖിതൂൻ, സ്വർഗാവകാശികൾ ഒരിക്കലും മൂക്ക് ചീന്തിയിട്ട് ചീരാപ്പ്, മൂക്കട്ട പുറത്തു കളയുന്ന പരിപാടി സ്വർഗത്തിലില്ല. വലാ യബ്സുഖൂൻ, സ്വർഗത്തിലെ ആളുകൾക്ക് തുപ്പേണ്ട ആവശ്യം വരൂല. കാക്കരിച്ചിട്ട് തുപ്പുന്നത് കണ്ടാൽ നമുക്കൊരു അറപ്പുണ്ടാവൂലേ, വെറുപ്പുണ്ടാവൂലേ? മറ്റുള്ളവർക്ക് അറപ്പുണ്ടാക്കുന്ന, മറ്റുള്ളവർക്ക് വെറുപ്പുണ്ടാക്കുന്ന തുപ്പല് പുറത്തു കളയാന്നുള്ള പരിപാടി സ്വർഗത്തിലില്ല. ഇനി അവിടെയും ഇവിടെയും ഇങ്ങനെ കച്ചറ കാണുന്നത് ഞമ്മക്കൊരു ടെൻഷനാണ്. കച്ചറ ആവുന്നത് എന്തുകൊണ്ടാണ്? പ്ലാസ്റ്റിക്, ഡിസ്പോസിബിൾ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്നത് കൊണ്ട്.
ഒരട്ടം ഉപയോഗിച്ചാൽ പിന്നെ ഉപയോഗിക്കാൻ കഴിയാത്ത സാധനങ്ങൾ ഉപയോഗിക്കേണ്ടി വരുന്നത് കൊണ്ടാണ് കച്ചറകൾ കൂടുന്നത്. സ്വർഗത്തിലെ മുഴുവൻ പാത്രങ്ങളും ആനിയത്തുഹും അദ്ദഹബു വൽ ഫിദ്ദ, സ്വർണ്ണവെള്ളി പാത്രങ്ങളല്ലാത്ത ഉപയോഗിച്ചാൽ വേസ്റ്റായി പോകുന്ന ഒരു തരം പാത്രവും സ്വർഗത്തിലില്ല. സ്വർഗത്തിൽ മനുഷ്യൻ ഭക്ഷണം കഴിച്ചാൽ, അതേപോലെ തന്നെ വെള്ളം കുടിച്ചാൽ അത് മലമൂത്ര വിസർജനമായിട്ട് വിസർജിക്കേണ്ട ആവശ്യം സ്വർഗത്തിലില്ല. അത് മുഴുവനും കസ്തൂരിയുടെ മണമുള്ള വിയർപ്പുകളായി അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ മാറ്റുന്ന റശ്ഉഹും അൽ മിസ്ക്. സ്വർഗത്തിലെ ആളുകളുടെ വിയർപ്പിന് കസ്തൂരിയുടെ സുഗന്ധമാണ്. സ്വർഗത്തിലെ കിട്ടുന്ന ഭാര്യമാരോ വഅസ്വാജുഹും മുതഹറ. പരിശുദ്ധ ഖുർആൻ സ്വർഗത്തിലെ ഭാര്യമാരെ പറ്റി പറയുന്നിടത്തെല്ലാം പ്രത്യേകം കൂട്ടിക്കൊടുക്കുന്നതാണ് അവർ മുതഹറത്തുകളാണ്. അതായത് അവർക്ക് ഹൈളില്ല, അവർക്ക് നിഫാസില്ല, അവർക്ക് ബ്ലീഡിംഗ് ഇല്ല, അവർക്ക് വെള്ളപ്പോക്കില്ല, അവർക്ക് ഇസ്തിഹാദത്തില്ല, ഇങ്ങനെ ഒരു തരം അശുദ്ധികളും അവർക്കില്ല. അവർ എപ്പോഴും സംശുദ്ധരായിരിക്കും. ഇങ്ങനെയുള്ള ഒരു ലോകം, അത് വർണ്ണിച്ചാൽ തീരാത്തൊരു ലോകമാണ്. ആ സ്വർഗത്തിൽ ഒരു കർച്ചീഫ് നമുക്ക് കിട്ടിയാൽ മതി. ഒരു പട്ടുവസ്ത്രം കിട്ടണ്ട, ഒരു കർച്ചീഫ് നമുക്ക് കിട്ടിയാൽ മതി. സ്വഹാബത്തിന്റെ ചരിത്രത്തിൽ കാണാം, സ്വഹീഹുൽ ബുഖാരിയിൽ തന്നെയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആരോ കൊണ്ടുവന്നിട്ട് ഒരു പട്ടുവസ്ത്രം കൊടുത്തു. അപ്പൊ സ്വഹാബത്തല്ല, അതൊന്നും നിങ്ങളെ തൊട്ടു നോക്കി, അവർക്ക് ഉപയോഗിക്കാൻ പാടില്ലല്ല. പുരുഷന്മാർ പട്ടുവസ്ത്രം ഉപയോഗിക്കൽ ഹറാമാണ്. അപ്പൊ തൊട്ടു നോക്കുമ്പോൾ ഭയങ്കര സോഫ്റ്റാണ്, ഭയങ്കര മൃദുവാണ്, ഭയങ്കര സൗന്ദര്യമാണ് ആ പട്ടുവസ്ത്രത്തിന്. ഇതെല്ലാം കണ്ടിട്ട് സ്വഹാബത്ത് ഇങ്ങനെ അത്ഭുതപ്പെട്ടിരിക്കുക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇതെല്ലാം എന്ത്? ലമിന്ദിലു ഫീ യദി സഅദ് ഇബ്നു മുആദ് ഖൈറും മിൻ ഹാദാ. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനിക്ക് സ്വർഗ്ഗത്തിൽ അല്ലാഹു തആല ഒരു കർച്ചീഫ് കൊടുത്തിട്ടുണ്ട്, ഒരു ടവൽ കൊടുത്തിട്ടുണ്ട്, മുഖവും കൈയും തുടക്കാനുള്ള ഒരു തുണി കഷ്ണം കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ഈ കാണുന്ന, നിങ്ങൾ അത്ഭുതപ്പെടുന്ന പട്ടുവസ്ത്രത്തെക്കാൾ ഇരട്ടി മികച്ചതാണ് എന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ഇപ്പൊ ദുനിയാവിൽ നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ, ദുനിയാവിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഭയങ്ങൾ, ദുനിയാവിൽ നമ്മൾ ഉപയോഗിക്കുന്ന പലതും, അതിനേക്കാളൊക്കെ എത്രയോ മികച്ചതാണ് സ്വർഗം. ഈ ജന്നത്ത് എന്നാണല്ലോ ശരിക്കും സ്വർഗത്തിന് പറയാം. ജന്നത്ത് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ സത്ർ എന്നാ, സീക്രട്ട്, മറഞ്ഞു കിടക്കുന്നത്. നമ്മൾ പറഞ്ഞാലും അതിന്റെ യാഥാർത്ഥ്യം പുറത്തു വരൂല, അത് പിന്നെയും മറഞ്ഞു കിടക്കുക. ജന്നത്ത് എന്ന വാക്കിന് പണ്ഡിതന്മാർ പല വിശദീകരണം കൊടുത്തിട്ടുണ്ട്. ഭൂരിഭാഗം മുഫസ്സിരീങ്ങളും പറഞ്ഞത് അതൊരു എന്താണ്, അൽ ബുസ്താൻ, ഒരു ഉദ്യമം എന്ന് പറയാം, ഒരു ഗാർഡൻ, ഒരു തോട്ടം. നമ്മൾ ഊട്ടിയിലേക്കും മറ്റൊക്കെ എന്തിനാണ് ടൂർ പോകുന്നത്? അവിടെ കൂടുതൽ ഗാർഡൻ ഉള്ളത് കൊണ്ടല്ലേ. അപ്പൊ പറയാവുന്നതിൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ അല്ലാഹു തആല സ്വർഗത്തെ വിശേഷിപ്പിച്ചത് അതൊരു ബുസ്താനാണ്, ഒരു ഗാർഡനാണ്, ഒരു ഉദ്യമമാണ്, ഒരു തോട്ടമാണ്. അപ്പൊ ആ സ്വർഗത്തിന് വേണ്ടിയാണ് നമ്മൾ കഷ്ടപ്പെടേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഞാനൊരു ചെറിയ ചരിത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. മഹാനായ ഇബ്നു ഖുദാമ അൽ മഖ്ദസി അൽ ഹംബലി റളിയല്ലാഹു അൻഹു കിതാബു തവ്വാബി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം ഉണ്ടാക്കി. എന്നിട്ട് അതിൽ മഹാനവറുകൾ ചെറിയ ഒരു ചരിത്രം ഉദ്ധരിക്കുന്നുണ്ട്. മഹാനായ ജഅഫർ ഇബ്നു സുലൈമാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, മറത്തു അന വ മാലിക് ഇബ്നു ദീനാരിൻ ബിൽ ബസറ. ഞാനും മാലിക് ബിൻ ദീനാർ തങ്ങളും ബസറയിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ അതാ ഇങ്ങനെ ബസറയിലൂടെ ചുറ്റിക്കൊണ്ടിരിക്കുമ്പോൾ മറന്നാ ബിഖസ്രിൻ യുഅമ്മർ, വലിയ ഒരു കൊട്ടാരം ഞങ്ങൾ കണ്ടു. ആ കൊട്ടാരത്തിന്റെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു, തകൃതിയിൽ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നോക്കുമ്പോൾ ഫൈദാ ഷാബുൻ ജാലിസ്, കൊട്ടാരത്തിന്റെ മുന്നിൽ ഒരു യുവാവ് ഇരിക്കുന്നുണ്ട്. ആ യുവാവിന്റെ കൊട്ടാരാണത്. അയാളാണ് ആ കൊട്ടാരത്തെ പണിയെടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പണിക്കാരോടെല്ലാം അയാൾ പറയുന്നുണ്ട്, അങ്ങനെ ചെയ്യ് ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ ഇങ്ങനെ ഓരോ ഓർഡർ ഇങ്ങനെ കൊടുക്കുന്നു. പണിക്കാർ അതനുസരിച്ച് ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. ഫഖാല ലീ മാലിക്കുൻ, മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ തറാ ഇലാ ഹാദ ശാബി വ ഇലാ ഹുസ്നി വജ്ഹിഹി വ ഹിർസിഹി അലാ ഹാദൽ ബിനാ. ആ ചെറുപ്പക്കാരന്റെ സൗന്ദര്യം കണ്ട, ആ ചെറുപ്പക്കാരൻ പണിയുന്ന കൊട്ടാരത്തിന്റെ സൗന്ദര്യം കണ്ട, എന്താണ് ആ ചെറുപ്പക്കാരൻ ആ കൊട്ടാരത്തോടൊരു താല്പര്യം, എന്താണ് അവന്റെ ഒരു ആർത്തി? ഞാൻ എൻ്റെ റബ്ബിനോടൊന്ന് ചോദിക്കട്ടെ, യുഹല്ലിസഹു, ഈ ദുനിയാവിനോടുള്ള അവന്റെ അതിയായ ആഗ്രഹത്തിൽ നിന്ന് അവനെ ഒന്ന് മോചിപ്പിച്ച്, ഫലഅല്ലഹു യജഅലുഹു മിൻ ശബാബിൽ ജന്ന,
സ്വർഗത്തിന്റെ അവകാശികളിൽപ്പെട്ട ഒരു ചെറുപ്പക്കാര കൂട്ടത്തിൽ അവനെ അള്ളാഹു ഉൾപ്പെടുത്താൻ ഞാൻ എൻ്റെ റബ്ബിനോടൊന്ന് ദുആർക്കട്ടെ. അങ്ങനെ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു അവിടെ ഇരുന്നിട്ട് ദുആർന്നു, പഠിച്ചോനെ ദുനിയാവിന് അഡിക്റ്റായി പോയ ആ ചെറുപ്പക്കാരൻ നീ ഒന്ന് മാറ്റിയിട്ട് സ്വർഗാവകാശികളിൽ പെടുത്തണേ പഠിച്ചോനെ. എന്നിട്ട് മഹാനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉദ്ഖുൽ ബിനാ ഇലൈ, ജാഫറെ നമുക്ക് ആ ചെറുപ്പക്കാരൻ്റെ അടുത്തേക്ക് ഒന്ന് പോയി നോക്കാം, ഓനോടൊന്ന് സംസാരിച്ചു നോക്കാം. അങ്ങനെ ഞങ്ങൾ ചെന്നു. ഫസല്ലംന, ഞങ്ങൾ സലാം ചൊല്ലിയപ്പോൾ ചെറുപ്പക്കാരൻ സലാം മടക്കി. വലം യാരിഫു മാലിക്കൻ, ഇത് മഹാനായ മാലിക് ബിൻ ദീനാർ തങ്ങളാണ് എന്ന് ആ ചെറുപ്പക്കാരൻ അറിഞ്ഞില്ല. അങ്ങനെ എല്ലാവരും പരിചയപ്പെടുത്തി കൊടുത്തു, ഇത് സാധാരണക്കാരനല്ല, ഇത് വലിയ മഹാനാ. ഫലമ്മാ അറഫൂഹു ഇയ്യാ, അങ്ങനെ ഇത് വലിയ ആളാണെന്ന് അറിഞ്ഞപ്പോൾ ഖാമൂ ഇലൈ, എല്ലാവരും മാലിക് ബിൻ ദീനാർ ബഹുമാനിച്ചു, അവിടെ കൊണ്ടുപോയിട്ട് ഇരുത്തി. എന്നിട്ട് ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, എന്താ നമ്മളെ കാണാൻ വേണ്ടി വന്നിട്ടുള്ളത്? അപ്പം മഹാനായ മാലിക് ബിൻ ദീനാർ ചോദിച്ചു, കം നവൈത അൻ തുൻഫിഖ അലാ ഹാദൽ ഖസ്ർ, ഈ കൊട്ടാരത്തിന് എത്ര ചെലവാക്കാനാണ് നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത്? എത്രയാണ് നിങ്ങളെ ബഡ്ജറ്റ് ഈ കൊട്ടാരത്തിന്റെ പണി ഫിനിഷ് ആവാൻ? അദ്ദേഹം പറഞ്ഞു, മിഅത്തു അൽഫി ദിർഹമിൻ, 1,00,000 ദിർഹമും കൂടി ഇനി ചെലവാക്കാനുണ്ട്. അപ്പോൾ മഹാനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അലാ തുഅതീനി ഹാദൽ മാല ഫഅളഉഹു ഫീ ഹഖ്ഖിഹി, ജീവിക്കാൻ ചെറിയ സൗകര്യം പോരെ ദുനിയാവിൽ? ഈ കൊട്ടാരത്തിന് ലക്ഷക്കണക്കിന് ഉറുപ്പ്യ ചെലവാക്കിയിട്ട് എന്തിന് ഈ സമ്പത്ത് മുഴുവനും ദുനിയാവിൽ തന്നെ നശിപ്പിച്ച് തീർക്കുന്നു? നിങ്ങൾക്ക് ആഖിറത്തിലേക്കൊരു പ്രോഫിറ്റ് ആവാൻ വേണ്ടി ആ സമ്പത്ത് എൻ്റെ കയ്യിൽ തരൂ. അർഹതപ്പെട്ട് എത്രയെത്ര ഒരു കൂര പോലും ഇല്ലാത്ത ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്, ഞാൻ അവർക്ക് സംഭാവന കൊടുക്കട്ടെ. പകരം നീ അങ്ങനെ നിങ്ങൾ ഈ കൊട്ടാരത്തിന് ചെലവാക്കാൻ തീരുമാനിച്ച സംഖ്യ എൻ്റെ കയ്യിൽ തരികയാണെങ്കിൽ പകരം സ്വർഗത്തിൽ ഞാൻ നിങ്ങൾക്കൊരു കൊട്ടാരം വാങ്ങിത്തരും. സ്വർഗത്തിലെ കൊട്ടാരമാണെങ്കിലോ ഖൈറം മിൻ ഹാദൽ ഖസ്ർ, ഈ കാണുന്ന കൊട്ടാരത്തെക്കാൾ എത്രയോ മുന്തിയതായിരിക്കും അത്. ബിവിൽദാനിഹി വഖദമി, അവിടെ വേണ്ടത്ര കുട്ടികളെ നിങ്ങൾക്ക് കിട്ടും, ഒരുപാട് സേവകന്മാരെ നിങ്ങൾക്ക് സ്വർഗത്തിൽ കിട്ടും, സർവന്റുമാർ വേണ്ടത്ര ഉണ്ടാകും. സ്വർഗത്തിലെ കൊട്ടാരമാണെങ്കിലോ ഇവിടെയുള്ള സിമന്റ് കൊണ്ടും അതേപോലെ തന്നെ കല്ലുകൊണ്ടും നിർമ്മിച്ചതല്ല, മുന്തിയ വജ്രങ്ങളെ കൊണ്ടും രത്നങ്ങളെ കൊണ്ടും അലങ്കരിക്കപ്പെട്ട സ്വർഗം. തുറാബുഹു സഅഫറാൻ, ആ സ്വർഗത്തിലെ മണ്ണാണെങ്കിലോ അത് കുങ്കുമമാണ്, ഏറ്റവും വിലപിടിപ്പുള്ള കുങ്കുമമാണ് അവിടുത്തെ മണ്ണ്. അതേപോലെ തന്നെ സ്വർഗത്തിന്റെ ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞു കൊടുത്തു. വമിലാത്തുഹുൽ മിസ്ക്, സ്വർഗത്തിലെ കൊട്ടാരത്തിനടിക്കുന്ന പെയിന്റ് ആണെങ്കിലോ അത് കസ്തൂരിയാണ്. അഫ്യഹു മിൻ ഖസ്രിക ഹാദാ, ഈ കൊട്ടാരത്തെക്കാളൊക്കെ എപ്പോഴും സുഗന്ധം അടിച്ചു വീശുന്ന കസ്തൂരി പെയിന്റായി അടിച്ചിട്ടുള്ള നിലത്ത് മുഴുവനും സ്വർണം വിരിച്ചിരിക്കുന്ന മുന്തിയ കൊട്ടാരം ഞാൻ നിങ്ങൾക്ക് ഇതിനു പകരം തരാം. ലാ യഖറബു, ആ കൊട്ടാരം ഒരിക്കലും തകർന്നു പോകൂല. വലാ തമസ്സുഹു യദാൻ, ആ സ്വർഗത്തിലെ കൊട്ടാരത്തെ രണ്ടാമതൊരു കൈ തൊടൂല. നീ ഈ കൊട്ടാരം പണി തുഷാറാക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ നിന്റെ കയ്യിൽ നിന്ന് നിന്റെ മക്കളിലേക്ക് മാറിപ്പോകും. സ്വർഗത്തിലെ കൊട്ടാരത്തെ രണ്ടാമതൊരു കൈ തൊടാനില്ല. വലം യുബ്നിഹി ബന്നാഉൻ, സ്വർഗത്തിലെ കൊട്ടാരത്തിന് പകരമായ വേറെ ഒരു കൊട്ടാരം നിർമ്മിക്കാൻ ഒരു ആശാരിയോ ഒരു മേസ്ത്രിയോ വേറെ വരൂല. അതെങ്ങനെയാ ഉണ്ടായത്? ഖാലലഹുൽ ജലീലു കുൻ ഫകാൻ, പടച്ചോൻ ഉണ്ടാവണമെന്ന് തീരുമാനിക്കുമ്പോഴത്തേക്കും ഉണ്ടായതാണ് സ്വർഗത്തിലെ കൊട്ടാരം. അങ്ങനെയുള്ള ഒരു കൊട്ടാരം നിങ്ങൾ പണിയുന്ന ഈ കൊട്ടാരത്തിന് ചെലവാക്കാൻ ഉദ്ദേശിച്ച സംഖ്യക്ക് പകരം ഞാൻ തരട്ടെ. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, അജ്ജിൽനി അല്ലൈല വഅബ്കിർ അലയ്യ ഗദ്വ, എനിക്ക് ആലോചിക്കാൻ ഒരു ദിവസം സമയം തരണം എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, നാളെ രാവിലെ വരാം. ജാഫർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫബാത മാലിക്കുൻ, മഹാനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു രാത്രി ആ ചെറുപ്പക്കാരന്റെ കാര്യം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് അത് അത്തായ സമയത്ത് എഴുന്നേറ്റുകൊണ്ട് പടച്ചോനോട് ദ്വാരുന്നു, പടച്ചോനെ ആ ചെറുപ്പക്കാരന് ആഖിറം സമ്പാദിക്കാനുള്ള ഒരു നല്ല മനസ്സ് നീ കൊടുക്കണേ. ഫലമ്മാ അസ്ബഹനാ ഗദൗനാ ഫൈദാ ബിശാബി ജാലിസുൻ, അങ്ങനെ രാവിലെ ഞങ്ങൾ ചെറുപ്പക്കാരന്റെ അടുത്തേക്ക് ചെന്നപ്പോൾ ഫലമ്മാ ആയന മാലിക്കൻ ഹസ്സൈലൈ, മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിനെ ദൂരെ നിന്ന് കാണുമ്പം തന്നെ ആ ചെറുപ്പക്കാരൻ അതാ ഓടി വന്ന് എഴുന്നേറ്റുകൊണ്ട് മഹാനവറുകളെ ബഹുമാനിച്ച് എന്നിട്ട് മഹാനായ മാലിക് ബിൻ ദീനാർ ചോദിച്ചു, മാദാ തഖൂലു ഫീമാ ഖുൽതു ബിൽ അംസ്, ഇന്നലെ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമായിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, തഫ്അലു, നിങ്ങൾ ചെയ്തോളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്തോളൂ.
അങ്ങനെ ആ കൊട്ടാരത്തിന്റെ പണി ഫിനിഷാക്കാൻ എടുത്തു വെച്ച സംഖ്യ മുഴുവനും മഹാനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ കൊണ്ടുവന്നു വെച്ചു. എന്നിട്ടൊരു ഷീറ്റ് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു, ഒരു എഴുതുന്ന ഒരു ഷീറ്റ്. എന്നിട്ട് മഹാനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു ആ ഷീറ്റിൽ എഴുതി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഹാദാ മാ ളമിന മാലിക് ബിൻ ദീനാർ ലി ഫുലാൻ ബിൻ ഫുലാൻ. ഇത് മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു ഇന്നയാളുടെ മകൻ ഇന്നയാൾക്ക് ഏറ്റെടുത്ത് ഉറപ്പ് നൽകുന്ന ഒരു എഗ്രിമെന്റ് ആണ്. ഇന്നി ളമിൻതു ലക അലല്ലാഹി ഖസറാ, ഞാൻ പടച്ച റബ്ബിന്റെ അടുത്തെത്തിയാൽ നിങ്ങൾക്കൊരു കൊട്ടാരം തരുമെന്ന് ഞാൻ ജാമ്യം ഏറ്റെടുക്കുകയാണ്. എങ്ങനത്തെ കൊട്ടാരമാണ് അത്? സ്വർഗത്തിലെ കൊട്ടാരമാണ്. അതിന് ഇന്ന വർണ്ണനകളൊക്കെ ഉണ്ട്. വസിയാദത്തു അലല്ലാഹ്, കൂടുതൽ തരാൻ പടച്ചോൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവൻ കൂടുതൽ തരും. അങ്ങനെ എഴുതി, വസ്തറൈതു ലക ബിഹാദൽ മാലി ഖസ്റൻ ഫിൽ ജന്ന, ആ സ്വർഗത്തിലെ കൊട്ടാരം, ആ കൊട്ടാരം നിങ്ങളുടെ ഇവിടെയുള്ള കൊട്ടാരം പണിയുന്ന സമ്പത്തിന് പകരം ഞാൻ ഇതാ വാങ്ങിയിട്ടുണ്ട് എന്നും പറഞ്ഞു. സുമ്മ തവൽ കിതാബ വദഫഅഹു ഇല ശാബ്, ആ എഴുത്ത് ചുരുട്ടി ആ ചെറുപ്പക്കാരന്റെ കയ്യിൽ കൊടുത്തു. വഹമൽ മൽമാൽ, ആ കൊട്ടാരം പണിയാനുള്ള സമ്പത്തെല്ലാം കൂടി മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു കയ്യിൽ കരുതി. ഫമാ അംസാ മാലികുൻ വഖദ് ബഖിയ ഇൻദഹു മിഖ്ദാറു ഖൂതി ലൈല, അന്നത്തെ വൈകുന്നേരം ആവുമ്പോഴത്തേക്കും അത് മുഴുവനും മഹാനവറുകൾ സംഭാവന കൊടുത്തിട്ട് തീർത്തു. രാത്രിക്കത്തൊരു ഭക്ഷണത്തിന് വേണ്ടി വരെ മഹാനവറുകൾ കയ്യിലൊന്നും മാറ്റിവെച്ചില്ല, മുഴുവനും കൊടുത്തു തീർത്തു. ഫലമ്മാ അതാ അല ശാബി 40 ലൈല, അങ്ങനെ 40 രാത്രികൾ കഴിഞ്ഞപ്പോൾ മഹാനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു ഒരു ദിവസം സുബഹി നിസ്കാരം കഴിഞ്ഞു. ഫലമ്മൻ ഫതല, മിഹ്റാബിൽ നിന്ന് സുബഹി നിസ്കാരം കഴിഞ്ഞ് അങ്ങ് മാറിയപ്പോൾ ഫഇദാ ബിൽ കിതാബി ഫിൽ മിഹ്റാബി മൗളൂആ, 40 ദിവസം മുമ്പ് ആ ചെറുപ്പക്കാരന് എഴുതി കൊടുത്ത ആ എഗ്രിമെന്റ്, ആ കത്ത് അവിടെ കിടക്കുന്നുണ്ട്. ഫഅഖദഹു മാലികുൻ ഫനശറ, മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു ആ എഴുത്ത് തുറന്നു നോക്കുമ്പോൾ ഫഇദാ ഫീ ളഹ്രിഹി മക്തൂബുൻ ബിലാ മിദാദ്, അന്ന് മാലിക് ബിൻ ദീനാർ തങ്ങൾ എഴുതിയ എഴുത്തിന് പുറമെ ഒരു എക്സ്ട്രാ എഴുത്തും കൂടി തുടക്കത്ത് തന്നെയുണ്ട്. ഹാദിഹി ബറാഅത്തും മിനല്ലാഹിൽ അസീസിൽ ഹകീമി ലി മാലിക് ബിൻ ദീനാർ, ഇത് സർവശക്തനായ അല്ലാഹു മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിലേക്ക് കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റാ. അതെന്താ? ഇന്നാ വഫീന ശാബൽ ഖസ്റ അല്ലദീ ളമിൻതു ലഹു വസിയാദത 70 ളൈഫാ, നിങ്ങളൊരു ചെറുപ്പക്കാരനിക്ക് സ്വർഗത്തിലൊരു കൊട്ടാരം കൊടുക്കുമെന്ന് ജാമ്യം ഏറ്റെടുത്തിട്ടില്ലേ, അത് ഞാൻ കൊടുത്തു എന്നല്ല, അത് 70 ഇരട്ടിയായി വർദ്ധിപ്പിച്ചിട്ടാണ് ചെറുപ്പക്കാരനിക്ക് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഫബഖിയ മാലികുൻ മുതഅജ്ജബ, മഹാനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു വലിയ അത്ഭുതപ്പെട്ടു പോയി. വഅഖദൽ കിതാബ്, ആ ലെറ്ററും കൊണ്ട് ആ ചെറുപ്പക്കാരന്റെ വീട്ടിലേക്ക് ചെന്നു നോക്കുമ്പോൾ ഫൈദൽ ബാബു മുസ്വദ്ദുൻ വൽ ബുകാഉ ഫിദ്ദാർ, ഡോറാകെ കറുത്തിരണ്ട് പോയിട്ടുണ്ട്. വീട്ടിനകത്തിൽ നിന്ന് കരച്ചിൽ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, മാതാ ഫാലശാബ്, ആ ചെറുപ്പക്കാരൻ എന്തു പറ്റി? അപ്പൊ വീട്ടിലുള്ള ആളുകൾ പറഞ്ഞു, മാത്തബിൽ ലംസ്, ആ ചെറുപ്പക്കാരൻ ഇന്നലെ മരിച്ചുപോയി. ഫഹളർനൽ ഗാസിൽ, മയ്യത്ത് പരിപാലനത്തിന് നേതൃത്വം കൊടുത്ത ആളുകളെ നമ്മളെ വിളിച്ചു വരുത്തി. എന്നിട്ട് അദ്ദേഹത്തോട് ഞങ്ങൾ ചോദിച്ചു, നീയാണോ അദ്ദേഹത്തിന്റെ ജനാസ കുളിപ്പിച്ചത്? അദ്ദേഹം പറഞ്ഞു, അതെ. ഖാല മാലികുൻ ഫഹദ്ദിസ്നാ കൈഫ സനഅത, എന്തായിരുന്നു മരണസമയത്തും മരിച്ചതിന് ശേഷവുമുള്ള അദ്ദേഹത്തിന്റെ അവസ്ഥ? അപ്പോൾ ആ മയ്യത്ത് കുളിപ്പിക്കാൻ നേതൃത്വം കൊടുത്തയാൾ പറഞ്ഞു, ഖാല ലീ ഖബ്ലൽ മൗത്ത്, മരിക്കുന്നതിന് തൊട്ടു മുമ്പ് ആ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, ഇദാ അനമിത്തു വകഫൻതുമുനി, ഞാൻ മരിച്ച് എന്നെ നിങ്ങൾ കഫൻ ചെയ്യാൻ തീരുമാനിച്ചാൽ ഇജ്അൽ ഹാദൽ കിതാബ ബൈനി വബൈന ബദനി, ഈ മഹാനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു തന്ന ഈ കത്തുണ്ടല്ലോ, ഈ കടലാസുണ്ടല്ലോ, ഇത് നിങ്ങൾ എൻ്റെ കഫൻ പുടവയിൽ വെക്കണം. ഫജഅൽതുൽ കിതാബ ബൈന കഫനിഹി വബദനിഹി വദഫൻതുഹുമാ, അങ്ങനെ അദ്ദേഹത്തെ കഫൻ ചെയ്ത് കബറടക്കുമ്പോൾ ആ കഫനിന്റെ ഉള്ളിൽ ആ കടലാസും കൂടി ഞാൻ വെച്ചിരുന്നു. ഫഅഖറജ മാലികുനിൽ കിതാബ്, അങ്ങനെ മഹാനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു പോക്കറ്റിൽ നിന്ന് ആ കടലാസ് പുറത്തെടുത്തപ്പോൾ ആ കുളിപ്പിച്ച വ്യക്തി പറയാ, ഹാദൽ കിതാബു ബിഐനിഹി,
ആ കഫൻ പുടവയിൽ ഞാൻ വെച്ചിരിക്കുന്നത് ഇതേ കടലാസാണ്. ലഖദ് ജഅൽതു ബൈന കഫനിഹി വബദനിഹി, എൻ്റെ സ്വന്തം കൈകൊണ്ടാണ് ഞാൻ ആ കഫൻ പുടവയിൽ ഈ കടലാസ് വെച്ചിട്ടുള്ളത്. ഫകസുറൽ ബുകാ, അവിടെ കൂടിയിരുന്ന മുഴുവൻ ആളുകളും കരയാൻ തുടങ്ങി. അങ്ങനെ മഹാനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹു യഹ്കുമു മാ യുരീദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചാൽ അവൻ തീരുമാനിക്കുന്നത് പ്രകാരം ഉദ്ദേശിച്ചവർക്ക് ഉദ്ദേശിച്ചതെല്ലാം കൊടുക്കുക തന്നെ ചെയ്യും. അല്ലാഹുവിലേക്ക് മനസ്സു തിരിച്ചാൽ അവരെത്ര വലിയ തെമ്മാടികളാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പൊരുത്തപ്പെട്ടു കൊടുത്ത് അവർക്ക് സ്വർഗം അല്ലാഹു തആല വാഗ്ദാനം ചെയ്യും. അങ്ങനെ ആ ചെറുപ്പക്കാരൻ അല്ലാഹു തആല സ്വർഗം കൊടുത്തു എന്നാണ് മഹാനായ ഇബ്നു ഖുദാമ റളിയല്ലാഹു അൻഹു കിതാബ് തവ്വാബിൽ ഉദ്ധരിച്ചിട്ടുള്ളത്. അപ്പോൾ ആഖിറത്തെ പറ്റിയുള്ള വിശ്വാസം, സ്വർഗത്തെ പറ്റിയുള്ള വിശ്വാസം നമുക്ക് എപ്പോഴും വേണം. ഇപ്പോൾ ഈ വലിയ ഒരു ദുരന്തമായി മാറിയിരിക്കുന്നത് ഇതാണ്. അതായത് ആഖിറത്തെ പറ്റിയുള്ള വിശ്വാസം ഇങ്ങനെ പേരിന് മുസ്ലിമാണ്, നോമ്പെടുക്കുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, പക്ഷേ ആഖിറത്തെ പറ്റിയുള്ള വിശ്വാസം 100% ഇല്ല, 50%, 75% ഉണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിലില്ല എന്ന നിലയിലേക്ക് മാറിയിട്ടുണ്ട്. അത് നമുക്ക് പ്രകടമാവുന്നുണ്ട്. കാരണം നോമ്പെടുക്കുന്ന ആളുകൾ തന്നെ നോമ്പിനെ ട്രോളുകാൻ, കളിയാക്കാൻ, നോമ്പ് തുറയെ കളിയാക്കാൻ, അത്താഴത്തിന് കളിയാക്കാൻ, റമദാന്റെ പകലുകളിൽ വായിൽ ഭക്ഷണം വെച്ചിട്ട് വായിലേക്ക് ഭക്ഷണം ഇട്ടുകൊടുക്കുന്ന രീതിയിൽ അഭിനയിച്ചിട്ടൊക്കെ ഇസ്ലാമിനെ പരിഹസിക്കാൻ. അതെന്തുകൊണ്ട്? ആഖിറത്തിനെ പറ്റിയുള്ള വിശ്വാസമില്ല. ആഖിറത്തിനെ പറ്റി വിശ്വാസമില്ലാത്തവനിക്ക് പിന്നെ സ്വർഗത്തിന്റെ വയൽ പറഞ്ഞു കൊടുത്തിട്ട് കാര്യണ്ട. അപ്പം അതുകൊണ്ട് ആഖിറത്തെ പറ്റിയുള്ള വിശ്വാസം നമ്മുടെ മനസ്സിൽ രൂഢമാലമാകണം. അതേപോലെ തന്നെ സ്വർഗം ചിന്തിച്ചുകൊണ്ട് വരാനിരിക്കുന്ന ചുരുങ്ങിയ ദിവസങ്ങൾ, ഒരാഴ്ചയിട്ട് ഉണ്ടാവുള്ളൂ ഇപ്പോൾ റമദാൻ, ആ ദിവസങ്ങളെ മുഴുവനും ഉപയോഗപ്പെടുത്തി ലൈലത്തുൽ ഖദ്ർ എല്ലാം വേണ്ടതുപോലെ ഹയാത്താക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെടുന്ന അടിമകളിൽ ഉൾപ്പെടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ.